കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസിലും വസ്തുനികുതിയിലും ഇളവ് പ്രഖ്യാപിച്ച് സർക്കാർ. കൂട്ടിയ നികുതി 60% വരെ കുറയ്ക്കാൻ തദ്ദേശവകുപ്പ് തീരുമാനിച്ചു. പുതിയ നിരക്ക് ഓഗസ്റ്റ് 1-ന് നിലവിൽ വരും. തീരുമാനത്തിന് മുൻകാല പ്രാബല്യം ഉള്ളതിനാൽ പരിഷ്കരിച്ച നിരക്ക് നിലവിൽ വന്ന 2023 ഏപ്രിൽ 10 മുതൽ അധിക തുക അടച്ചവർക്ക് ആനുപാതികമായി തിരികെ നൽകും. കേരളത്തിൽ നിലവിലുള്ള പെർമിറ്റ് ഫീസ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞതാണെങ്കിലും ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തിയാണ് വർധന പിൻവലിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി എം.ബി. രാജേഷ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അധികം അടച്ച തുക തിരിച്ചുകിട്ടാൻ കെ-സ്മാർട്ട് വഴിയും ILGMS വഴിയും ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കും. പണം ഓൺലൈനായി ലഭ്യമാക്കുന്നതിനാണ് ആലോചിച്ചിട്ടുള്ളത്. ഇതിനായി നേരിട്ട് ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ പോകേണ്ടതില്ല. വിശദ ഉത്തരവ് പിന്നാലെ ഉണ്ടാവുമെന്നും മന്ത്രി അറിയിച്ചു. ഫീസിൽ ഇളവ് നൽകുന്നത് പരിശോധിക്കാൻ CPM സംസ്ഥാന നേതൃത്വം നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. വസ്തുനികുതി ഏപ്രിലിൽ അടച്ചാൽ വർധനയില്ല. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒടുക്കേണ്ട വസ്തുനികുതി സാമ്പത്തിക വർഷത്തിന്റെ ആദ്യമാസം, അതായത് ഏപ്രിൽ 30-നകം ഒടുക്കുകയാണെങ്കിൽ 5% റിബേറ്റ് അനുവദിക്കും. 5% വർഷം തോറും വസ്തുനികുതി വർധന. ഇതോടെ ഏപ്രിലിൽ നികുതി അടയ്ക്കുന്നവർക്ക് ഫലത്തിൽ വർഷത്തിലുണ്ടാകുന്ന നികുതി വർധന നൽകേണ്ടിവരില്ല. മാറ്റം ഇങ്ങനെ: 80 ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ പെർമിറ്റ് ഫീസ് വർധനയിൽ നിന്ന് സർക്കാർ ഒഴിവാക്കിയിരുന്നു. 81 മുതൽ 300 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് 50%മെങ്കിലും ഫീസ് കുറക്കുന്ന രീതിയിലാണ് പുതിയ നിരക്ക്. കോർപ്പറേഷനിൽ 81 മുതൽ 150 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വീടുകളുടേത് 60% വരെ കുറയ്ക്കും.